ഊട്ടിയില് മഞ്ഞ് 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 ഇതെനിക്ക് ആയിക്കോട്ടെ. നമ്മുടെ നാട്ടുകാരാണ് മലപ്പുറംകാര്. ഇങ്ങനെ വേണോ ദേവല്ല അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണേ. ദേവന്റെ ചിരിയാണല്ലോ കേക്കണ്. അയ്യോ വൈകിട്ട് പോകോളും. ഫ്രണ്ട്സ് അവർക്ക് തണുത്തിട്ട് കണ്ടോ. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ, അപ്പം ഇന്ന് ഞങ്ങൾ ഊട്ടിയിലേക്ക് പോവാണ് ഫ്രണ്ട്സ്. വെക്കേഷനൊക്കെ ആയില്ലേ. വെക്കേഷനായിട്ട് ഞങ്ങൾ ഇപ്പോഴാണ് കേട്ടോ ഫ്രണ്ട്സ് ടൂറ് പോണത്. അതും ഊട്ടിയിലേക്കാണ് പോണത്. നമ്മൾ എന്ത് വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യണ സമയത്ത് ഫസ്റ്റ് നമ്മൾ പോണത് ഊട്ടിക്കാണ്. നമ്മളെ അമ്മ വീട് നമ്മൾ മറക്കരുത്. അമ്മ വീട്ടിൽ പോണ മാതിരിയാണ് ഊട്ടിക്ക് പോണത്. അപ്പൊ നമ്മൾ തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലമാണ് ഊട്ടി. അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. നമുക്ക് കണ്ണ് കുളിക്കണം. ഒരുമാതിരി പഠിപ്പിച്ചിന്റെ വരി കണ്ടിട്ട് പഠിപ്പിച്ചിട്ട് ടൂർ പോകുമ്പോ ബാഗൊക്കെ എടുത്ത് കണ്ണടക്കെ കണ്ടില്ലേ ഫുൾ വൈപ്പിൽ എന്തൊക്കെയുള്ളത് കണ്ടോ. ഫ്രണ്ട്സ് നമ്മുടെ കാറിലത്തെ ബോക്സ് വർക്കിംഗ് അല്ല, അടിച്ചു പോയി ഫ്രണ്ട്സ്. മ്യൂസിക് നമ്മൾ പാട്ടിടണ ബോക്സ്. അപ്പൊ ഞങ്ങൾ എന്താ പുതിയ സ്പീക്കർ വാങ്ങി. അടിച്ചു പൊളിക്കും ഫ്രണ്ട്സ്. ഞങ്ങൾ ആരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. കഴിക്കാം, നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് കഴിക്കാം. ഞങ്ങൾ ബോക്സ് ഒക്കെ ഓണാക്കി കൈ വരക്കണം. നമ്മളെ വിശന്നിട്ടാണോ നമ്മള് കൈ വരക്കണ്ടേ. ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. 10 മണി കഴിഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ ഊട്ടിയിലേക്ക്. ഫ്രണ്ട്സ്, ഞങ്ങൾ പോകുന്ന വഴിക്ക് ഇവിടെ സൈഡിൽ പനന്നുങ്കും അതേപോലെ ഉപ്പിലിട്ട മാങ്ങി ഒക്കെ കണ്ടു. അപ്പൊ ഞങ്ങൾ ഇന്ന് അവിടെ ഇറങ്ങി ഒന്ന് റെസ്റ്റ്. വാങ്ങിച്ചോ? 6 പീസിന് 100 രൂപ എന്നാ പറഞ്ഞേക്കണത്. ടേസ്റ്റ് ഇല്ല അല്ലേ? പക്ഷെ ആ നമ്മളൊരു ഈ അമ്മൂമ്മ മാറി നിൽക്കാണ്. ദിയമോളാണ് ഇവിടുത്തെ. ദിയമോൾ, എനിക്ക് ഉപ്പിലിട്ട എന്താണ് പൈനാപ്പിൾ വേണം. ദിയ, ഉപ്പിലിട്ട പൈനാപ്പിള്. അങ്ങനെ നൊങ്ങും എന്താ പൈനാപ്പിളൊക്കെ കഴിച്ച് യാത്ര തുടരാൻ പോവാണ് ഗൈസ്.
നമ്മള് ഒരു സൈഡില് നല്ല വ്യൂ ഉള്ള സ്ഥലത്ത് നിർത്തിയേക്കാണ്. തണുപ്പുണ്ടയ്യോ. നമ്മളിതിന് മുന്നേ വന്നപ്പോ കസിൻസുമായിട്ട് വന്ന സമയത്ത് ഇതേ സ്ഥലത്ത് നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നു ഫ്രണ്ട്സ് അല്ലേ. നമുക്ക് തണുക്കുണ്ടെന്ന് ആർക്കും അറിയിപ്പിക്കണ്ട, ഞങ്ങക്ക് തണുക്കണമെന്നില്ല. ഫ്രണ്ട്സ് അങ്ങനെ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു. ഫ്രണ്ട്സ് ഞങ്ങള് ഊട്ടിയിൽ പോവാത്തൊരു റൂട്ടിലാണ്. ഏതൊരു റൂം റേറ്റ് കുറച്ചുണ്ട്, അപ്പോൾ അങ്ങനെ ബുക്ക് ചെയ്തു. അപ്പോൾ എവിടെയാണെന്നറിയില്ല. നിയർ ഊട്ടി എന്ന് പറഞ്ഞാൽ നല്ലൊരു ലൊക്കേഷൻ കാണാൻ രസമുണ്ടായിരുന്നു. പക്ഷെ ഇത് ഞങ്ങൾ പോയിട്ടില്ല, വേറൊരു റൂട്ടാണ്. എനിക്കൊരു വില്ലേജ് ഏരിയ ആണെന്ന് തോന്നുന്നു. നമ്മളന്ന് കെത്തിയിലൊക്കെ പോയവരല്ലേ. ഉണ്ണിമോള് ഇന്നലെ പറഞ്ഞു നമുക്ക് ഇപ്രാവശ്യം ടൗണൊന്നും പോകണ്ട, നമുക്ക് ഗ്രാമങ്ങളിൽ കൂടി പോകാറുണ്ട്. പറഞ്ഞ നല്ല ബുക്ക് ചെയ്ത് ഇത് എനിക്ക് അറിയാതെ കിട്ടിയാണ്. നമുക്ക് സ്ഥലം എനിക്കറിയില്ലായിരുന്നു. ഞാൻ ഗ്രാമം തന്നെ കിട്ടിയിട്ടുണ്ട്. കൃഷി ഏരിയ തന്നെ ഇട്ടത് രസമുണ്ട് കാണാനല്ലേ, ഭംഗിയുള്ള സ്ഥലം. തേയിലത്തോട്ടത്തിൽ നിന്നും ഒരു മോചനം. കൃഷിത്തോട്ടങ്ങളാണ്, തണുപ്പുണ്ടല്ലേ. ഇത് തന്നെയാണ് നമ്മളെ റിസോർട്ട് ഇരിക്കുന്നത്. ലോബിയിൽ ആളില്ല. അമ്മ ഏറ്റവും താഴെയോ? അമ്മ ഇതൊക്കെ കയറി നമ്മള് വരണ്ടേ? താഴെയാണ് നമ്മളെ റൂം. ഫ്രണ്ട്സ് ഞങ്ങൾ ഇവിടെ 3 മണിയായിട്ടോ ഇവിടെ എത്തിയിട്ട്. പക്ഷെ ഇത് ഞങ്ങള് 12 മണിക്കാണ് നമ്മളെ ചെക്ക് ഇൻ ടൈം. അപ്പൊ നമ്മൾ വരാത്തത് കൊണ്ട് അവരത് മൈൻഡ് ചെയ്തിട്ടില്ല. ഇപ്പൊ 3 മണിക്ക് നമ്മൾ 2:15 വന്നപ്പോഴാണ് റൂം ക്ലീൻ ചെയ്യാൻ പോയിരിക്കുന്നത്. അപ്പം ആള് കുറവാന്നൊക്കെ പറഞ്ഞു. ഇത്രയും വലിയ റിസോർട്ടൊക്കെ കൊണ്ടുവരുന്ന ആൾക്കാർക്ക് ഒരു 4 ആളെ വെച്ചിട്ട് അവർക്ക് റൂമൊക്കെ സെറ്റാക്കി കൂടെ. ഞങ്ങള് ഫുഡ് പോലും കഴിച്ചിട്ടില്ലായിരുന്നു. ദേവുവിന്റെ കൂട്ടുകാരി ഇതാ വന്നിരിക്കുന്നു. കൊറേ കൂട്ടുകാരികളുണ്ട്. ദേവു നമ്മൾ കൊണ്ടുവന്ന പൊതിച്ചോറൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ താഴോട്ട് പോവാണ്. റൂം റെഡിയായി എന്നാ പറഞ്ഞത്. അപ്പം ഞങ്ങൾ റൂമിലേക്ക് പോവാണ്. ഉണ്ടോ? ഇതെനിക്ക്, ഞാൻ ബുക്ക് ചെയ്തു. ഇതെനിക്ക് ആയിക്കോട്ടെ. ഇതെനിക്ക് ദേവു ഈ റൂമിൽ. ഇത് നിങ്ങൾക്കുള്ളതാ സത്യത്തില്. ഒരു വില്ലയാണല്ലേ ഇത്? ഇത് 2 ബെഡ്റൂം, മോഡലില് 3 ബെഡ്റൂം. അങ്ങനെയാണ് 2 ബെഡ്റൂം 3 ബെഡ്റൂം. പിന്നെ ഒറ്റ ബെഡ്റൂം കുറവാണ്, 1-2 ഉള്ളൂ. ബാത്റൂം നോക്കിയോക്ക്. ഇത് ഫുള്ള് ആണോ? എന്തായാലും സമയം 4 മണിയാവാൻ പോകുന്നു. എന്തായാലും ഞങ്ങൾ ലഞ്ച് കഴിക്കട്ടെ. ഞങ്ങൾ പൊതിച്ചോറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ച എന്താണെന്നറിയോ, പൊടി പിടിച്ച് കിടക്കല്ലേ, അപ്പൊ ജനലും കർട്ടൻ. പക്ഷെ ആ ബെഡ്ഷീറ്റ് കണ്ടപ്പോ എനിക്ക് തോന്നിയില്ല ഇവിടെ ആളുള്ളതായിട്ട്. പാവം ചെറുക്കന്മാരില്ലേട്ടേ അല്ലേ? കഴിക്കട്ടെ. ഞങ്ങളെ പൊതിച്ചോറിലുള്ള വിഭവങ്ങൾ ദേവ് പരിചയപ്പെടുത്തി തരുന്നതായിരിക്കും. ചമ്മന്തി, മുട്ട പൊരിച്ചത്, ഉണക്കമീൻ വറുത്തത്, കൊണ്ടാട്ടം. ദേവനും കൊണ്ടാട്ടം മുളക് പോകുമ്പോ കഴിക്കണം. നമുക്ക് ഫുഡ് ഇടാം അല്ലേ? നല്ല തണുപ്പുണ്ട്. അത് അവിടെയാണ്, വണ്ടിയിലാണ്. ഞാനും ദിയമോളൊക്കെ സെറ്റ് ഇട്ട് റെഡി ആയിരിക്കാണ്. സെറ്റ് ആയിരിക്കാണ്. ദിയമോള് ദേവ് ഇവിടെ മാസ്ക് ഇട്ടിട്ടുണ്ട്, തണുപ്പ് കാരണം ആയതുകൊണ്ട്.
ഊട്ടിയിലൊരു വീട് ടൈറ്റാണോ? നമുക്ക് ഇഷ്ടമുള്ളത് വാങ്ങിച്ചോ, ഇഷ്ടമുള്ള കളർ. അപ്പൊ നമുക്ക് ഇത് വാങ്ങിച്ചു കേട്ടോ. ഫ്രണ്ട്സ്, ഞങ്ങൾ ബോട്ട് ഹൗസിന്റെ ഉള്ളിലേക്ക് കയറി. അപ്പം ഇവിടെ അത്യാവശ്യം തിരക്കുണ്ട്. അപ്പം ഞാൻ അമ്മേനോട് പറഞ്ഞത് ആ ചക്കോട വരത്തില്ല, അതങ്ങനെയൊന്നുമല്ല, നല്ല കറങ്ങും, നല്ല പൊങ്ങി തമക്ക് കറങ്ങും. അമ്മയ്ക്ക് നല്ല ഇഷ്ടപ്പെടും. ഞാൻ ഈ കൊടയിൽ കയറാൻ പോകുന്നുണ്ട്. ഇവിടെ നാട്ടുകാരാണ്, മലപ്പുറംകാരൻ. ഹായ്. ഇങ്ങനെ വേണോ? ആ ചെയ്താണ്. ഇല്ല ഇല്ല ഇല്ല, മറക്കൂല മറക്കൂല, ഇല്ല ഉറപ്പാണ്. 2 ദിവസത്തിനുള്ളിൽ വരും. അപ്പുറത്ത് പോയി ആണോ? എന്തോ കംപ്ലൈന്റ് ഉണ്ട് കേട്ടോ ദേവോ, നോക്കിട്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ദേവ് എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണേ? ഹായ്. ആണോ? എവിടെ വീട്? അതെ. ദേവ് അവിടുന്ന് വീട്ടിൽ നിന്ന് പോന്നപ്പോ തൊട്ട് പറഞ്ഞതാ ഇതില് കയറണമെന്ന്. പേടിക്കുന്നുണ്ടോന്നൊരു സംശയം. അയ്യോ, പേടിച്ചിരിക്കേ. ദേവോന്റെ ചിരിയാണല്ലോ കേക്കണ്. അയ്യോ സ്പീഡ് കൂടിക്കൂടി വളരുന്നുണ്ടോന്ന്. എങ്ങനെയുണ്ടായിരുന്നു? ഫസ്റ്റ് ഒക്കെ കുറച്ച് രസമായിരുന്നു, പക്ഷെ ലാസ്റ്റ് സ്പീഡ് അങ്ങോട്ട് കൂട്ടി വരും. നിർത്താനായിട്ട് സ്പീഡ് കൂട്ടി. പേടിയായി പേടിയായി. പക്ഷെ നല്ല എക്സൈറ്റ്മെന്റ്, കുറച്ച് നല്ല ഇറങ്ങൊക്കെ ചെയ്യും. കറങ്ങുമ്പോൾ നമുക്ക് നല്ല ഇറങ്ങും. മോളെവിടെ? ഫ്രണ്ട്സ്, ബ്രൗണി ഇല്ല, വഫൽസ് ആണ് വാങ്ങണം. വഫൽസ് ഇതല്ല സംഭവം, നമുക്ക് എന്തെല്ലാം വിചാരിക്കരുത്, ഇത് കപ്പ് കേക്കാണ്. കപ്പ് കേക്കാണ്. ഫ്രണ്ട്സ്, അപ്പം ഞങ്ങൾ ബോട്ട് ഹൗസിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പൊ തൊട്ട് ഓപ്പോസിറ്റ് ഒരു ചോക്ലേറ്റ് ഫാക്ടറി ഉണ്ട് ഫ്രണ്ട്സ്, അങ്ങോട്ട് പോകും. ദേവിന്റെ വൈകിട്ട് പോകോളും. അവിടെ കപ്പ് കേക്ക് ഉണ്ട്. ഇതെന്താ? ഇത് ചോക്കോപ്പൈ. നിങ്ങളുടെ വീഡിയോസ് ഒക്കെ റെഗുലർ ആയി കാണാറുണ്ട്. ഹായ്. നാളെ തന്നെ ഇവിടെ നിന്ന് പോവാട്ടോ. ഫ്രണ്ട്സ്, ഞങ്ങള് ഡിന്നർ കഴിക്കാൻ വേണ്ടിട്ട് റെസ്റ്റോറന്റിൽ വന്നേക്കാണ്. ബാക്കി ഉള്ളെന്ന് പറയാൻ എനിക്ക് തണുക്കുണ്ട്. ചപ്പാത്തി റൈസ് റൈസ്. ഫ്രണ്ട്സ്, അവർക്ക് തണുത്തിട്ട് കണ്ടോ. സൂട്ടീന് മഞ്ഞ് 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 മഞ്ഞ്. അത് മേളിൽ നിന്ന് ആരെങ്കിലും കളിപ്പിച്ചിട്ട്. ഫ്രണ്ട്സ്, അമ്മയ്ക്ക് ചൂടെടുക്കുന്നുണ്ട് തോന്നുന്നു. അമ്മ ഏസിലൊക്കെ ചോദിച്ചു. ഫ്രണ്ട്സ്, പിന്നെ ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകത കൂടെ ഉണ്ട്. ക്രിസ്മസ് തലേന്നാണ്. ഞങ്ങളിവിടെ ഒരു പള്ളി കണ്ടു.
അപ്പോൾ പള്ളിയിൽ കുറേ പേര് കുർബാനല്ലോ കുർബാനയ്ക്ക് വേണ്ടിയിട്ട് അവിടെ കുറേ നല്ല തിരക്കുണ്ട് കേട്ടോ. നല്ല തിരക്കില്ല, അത്യാവശ്യം തിരക്കുണ്ട്. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഒരു സംഭവം കാണിച്ചു തരണോ? ഞാൻ വർത്താനം പറയുമ്പോൾ തന്നെ കൊള്ളാം. നമ്മളുണ്ടല്ലോ റെസ്റ്റോറന്റിൽ നിന്ന് കണ്ട സബ്സ്ക്രൈബേഴ്സ് ഇല്ലേ, എന്താണ് പയ്യാമ്പലാണ് ഓരോ വീട്. പയ്യാമ്പത്താണോളെ വീട്, എള്ളിന്റെ തരം. ഫ്രണ്ട്സ്, അപ്പം ഞങ്ങൾ തിരിച്ച് റൂമിൽ എത്തി. ഇനിയിപ്പോൾ സമയം 9:45 ആവാനായിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ഡിന്നറൊക്കെ കഴിച്ചു. ഞങ്ങൾക്ക് ഇന്ന് വിശക്കാതെയാണ് ഞങ്ങൾ കഴിച്ചത്. പിന്നെ നമ്മൾ കുറേ ഉള്ളിലായതുകൊണ്ട് റെസ്റ്റോറന്റ് ഒന്നും ഇല്ല. അപ്പൊ നമ്മള് അഥവാ വിശന്നാളോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ 8 മണി ആയപ്പോൾ തന്നെ ഡിന്നർ കഴിച്ചു. ഞാൻ ചപ്പാത്തിയും പൊറോട്ടയും ചിക്കൻ കറിയും, ഇവര് ബിരിയാണിയാണ് കഴിച്ചത്. എനിക്ക് ലൈറ്റ് ആയിട്ട് മതിയായിരുന്നു, എനിക്ക് വിശക്കണില്ലായിരുന്നു. പിന്നെ കുറെ പേര് എന്നോട് പറയുന്നുണ്ട് തടിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ കഴിക്കണില്ല കഴിച്ചു. അപ്പം നമ്മൾ നാളെ ഇവിടെ റൂം വെക്കേറ്റ് ചെയ്യും കേട്ടോ. നാളത്തെ വീഡിയോ വരുന്നതാണ് പിന്നാലെ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ വളർത്താൻ മറക്കരുത്. അപ്പം ഇനി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പത്തേക്ക്